ദാമ്പത്യത്തിലെ ആടിയുലയൽ അതെല്ലായിടത്തും സംഭവിക്കുന്നതാണ്. പക്ഷേ ഈ ആടിയുലയിൽ പൊലിഞ്ഞു പോവുക എന്നുള്ളത് അപൂർവമായിട്ടേ സംഭവിക്കുള്ളൂ. കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ 2 കേസുകളാണ് വന്നത്. ഒന്നൊരു പെൺകുട്ടി കടന്നു വരുന്നു, വളരെ മാനസികമായ അസ്വസ്ഥതകളുണ്ട്, ക്ഷീണമുണ്ട്, നെഞ്ചുവേദനയുണ്ട്, ECG ഒക്കെ എടുത്തു. ഞാൻ ചോദിച്ചു എന്താ പ്രശ്നമെന്ന്. പ്രശ്നം ചോദിച്ചപ്പോൾ മനസ്സിലായി, ഭർത്താവിൻ്റെ മദ്യപാനമാണ് പ്രശ്നം. മദ്യപിച്ച് ഭർത്താവ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു ECG എടുക്കാമെന്ന് പറഞ്ഞു. പറഞ്ഞു എനിക്കൊരു സംശയമുണ്ട് എന്നാണ്. അപ്പം എന്നോട് ഞാൻ ചോദിച്ചു ഓക്കെ ECG എടുക്കാം, 100% അത് നോർമലായിരിക്കും എന്നാണ്. അത് പറഞ്ഞു നോർമലല്ലെങ്കിലും കുഴപ്പമില്ല, ഈ ജീവിതം അങ്ങ് തീർന്നു പോകുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എത്ര കുട്ടികളുണ്ടെന്ന് വെച്ചു. 3 കുട്ടികളുണ്ടെന്ന് പറഞ്ഞു. ഈ ജീവിതം അങ്ങ് തീർന്നു പോകുന്നതാണ് നല്ലത് എന്ന്. തീർച്ചയായും സാമൂഹിക സിസ്റ്റം അവളോട് ചേർത്ത് വെച്ച മറ്റൊരാൾക്ക് വേണ്ടി അവൾ പറയാണ് എൻ്റെ ജീവിതം ഒന്നിനും കൊള്ളില്ല, എനിക്കിവിടുന്ന് പോകുന്നതാണ് നല്ലത്. ഒന്ന് ആലോചിച്ച് നോക്ക്. മറ്റേതോ രക്ഷിതാക്കൾക്ക് പ്രിയങ്കരിയായി പിറന്നൊരു പെൺകുട്ടി പറയാണ് എനിക്ക് ജീവിക്കേണ്ടെന്ന്. ആർക്ക് വേണ്ടി? മദ്യപിക്കുന്ന ഭർത്താവിന് വേണ്ടി. ആ ഭർത്താവ് മദ്യപിക്കുക എന്നുള്ളത് ഈ സഹോദരിയുടെ കുഴപ്പമാണോ? അല്ല, അത് അദ്ദേഹത്തിൻ്റെ കുഴപ്പമാണ്. ആ മദ്യപാനം നിർത്തണമെങ്കിൽ ആരാണ് തീരുമാനമെടുക്കേണ്ടത്? ആ സഹോദരനാണ്, ഈ പെൺകുട്ടിയല്ല. ആ മദ്യപാനത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഉത്തരവാദി ആരാണ്? അതിനും ഈ സഹോദരിയല്ല. തീർച്ചയായും എൻ്റെ ഭർത്താവ് എന്നൊരു വാക്ക് ആ പെൺകുട്ടി അവിടെ ചേർത്ത് വെച്ചതുകൊണ്ട് ആ എൻ്റെ എന്നുണ്ടാക്കിയ സ്വന്തത്തോടുള്ള സ്നേഹത്തെക്കാളും മറ്റൊരാളോട് സ്നേഹിച്ചത് കൊണ്ടുണ്ടാക്കിയ ഒരു വലിയൊരു മിസ്റ്റേക്കാണ് അവിടെ സംഭവിക്കുന്നത്. ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ആര് എൻ്റേതായാലും ഓരോരുത്തരും അവനവനാണ്. അവനവനോടുള്ള ഇഷ്ടത്തിലും വലുതായിട്ട് മറ്റൊരു ഇഷ്ടമില്ല എന്നുള്ളൊരു ബോധ്യമാണ് ഉണ്ടാവേണ്ടത്. ഭർത്താവ് ആ രീതിയിലേക്കാവുമ്പോൾ ആ ഭാര്യ ചിന്തിക്കേണ്ടത് ഭർത്താവില്ലെങ്കിലും എൻ്റെ കുട്ടികളെ നോക്കാൻ, എൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ എങ്ങനെ പ്രാപ്തയാവണം എന്നുള്ളതാണ്. അവിടെയാണ് ആ ഒരു പെൺകുട്ടിയുടെ വിജയം. അല്ലാതെ ഭർത്താവ് മദ്യപിച്ചു എന്നതിൽ ഒരു ജീവിതം പൊലിക്കുന്നതിലല്ല. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വന്ന മറ്റൊരു കപ്പിൾസ് കല്യാണം കഴിഞ്ഞിട്ട് അത് സമയൊന്നായിട്ടില്ല. അപ്പോൾ നോക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഭർത്താവ് വളരെ ലാവിഷായിട്ട് സംസാരിച്ചൊക്കെ വളരെ മിങ്കിൾ ചെയ്തൊക്കെ സംസാരിക്കുന്ന ഒരാളാണ്. ആ മിങ്കിൾ ചെയ്തൊക്കെ സംസാരിക്കുമ്പം ഈ ഭാര്യയ്ക്ക് തോന്നുകയാണ് ഭർത്താവിന് മറ്റെന്തോ ആൾക്കാരൊക്കെ ആയിട്ട് ബന്ധമുണ്ടോ, ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്ന്. ഇവിടെ ഈ ഒരു ഭാര്യ ഞാൻ ചോദിച്ചു, നീ നിൻ്റെ ഭർത്താവ് എങ്ങനെയാവണം എന്ന ഒരു സ്കെയിൽ നീ നിശ്ചയിച്ചു. നിൻ്റെ സ്നേഹമാണ് സ്കെയിൽ നിശ്ചയിച്ചത്. പക്ഷേ നിൻ്റെ ഭർത്താവ് നീ ഉദ്ദേശിച്ച ആ രീതിയിലല്ല എന്ന് കണ്ടപ്പം നിനക്ക് ഒരുപാട് സംശയങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടായി. അപ്പോൾ ഞാൻ ചോദിച്ചു നീ എങ്ങനെയാണെന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ ആയിരുന്നു, ഇപ്പം അങ്ങനെയല്ല എന്ന് പറഞ്ഞു. നോ, നീ മിസ്റ്റേക്കാണ് ചെയ്തത്. നീ എങ്ങനെയാണോ അങ്ങനെ നീ നിലനിൽക്കണം. നിൻ്റെ ഭർത്താവ് എങ്ങനെയായിരുന്നോ അങ്ങനെ നിൽക്കണം. എന്നിട്ട് നിങ്ങൾ സ്നേഹിക്കണം. ആ നിലനിൽക്കുന്ന അതാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നീ ഒരു സുപ്രഭാതത്തിൽ നീ വളരെ ആക്റ്റീവായി നിന്ന ഒരാളാണ്, ഇപ്പോൾ നീ ആക്റ്റീവല്ല. പക്ഷേ അത് നിന്നെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത്. ആ നഷ്ടപ്പെടുത്തതിൽ അതേപോലെ നിൻ്റെ ഭർത്താവിൻ്റേതായി കുട്ടിക്കാലം തൊട്ട് വളർത്തിയുള്ള വ്യക്തിത്വം നഷ്ടപ്പെടുത്തി നീ ഉദ്ദേശിച്ച രീതിയിൽ ആക്കണമെന്ന് നീ ആഗ്രഹിച്ചെടുത്താണ് നിൻ്റെ കോൺഫ്ലിക്റ്റ്. ആരെങ്ങനെയാണോ അങ്ങനെ ഇഷ്ടപ്പെടുക, അവിടെയാണ് യഥാർത്ഥ സ്നേഹത്തിൻ്റെ വിജയം കിടക്കുന്നത്. തീർച്ചയായിട്ടും പോകാൻ നേരത്ത് 2 പേരും പരസ്പരം കൈകൾ കോർത്ത്, അതിനിടയിൽ അവളോട് ഞാൻ സംസാരിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ തട്ടുന്നുണ്ടായിരുന്നു. പലപ്പോഴായിട്ട് അവളുടെ ഷോൾഡറിൽ ഇങ്ങനെ തട്ടുന്നുണ്ട്. കാരണം അവരുടെ ശ്രദ്ധ മറ്റൊരു പോകുമ്പോൾ ഞാൻ ശ്രദ്ധ ഇങ്ങോട്ട് സീക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ചോദിച്ചു, ഞാനിപ്പം നിൻ്റെ മേലിൽ ഇങ്ങനെ തട്ടിയല്ലോ, നിൻ്റെ ഭർത്താവ് ഇപ്പം എന്താ വിചാരിക്കേണ്ടത് എന്നൊരു ചോദ്യം ചോദിച്ചു. അല്ല, എൻ്റെ ഭർത്താവ് പ്രത്യേകിച്ചൊന്നും ചിന്തിക്കില്ല എന്നാണ്. ഇതുപോലെ തന്നെയാണ് നീയും. ആ ഭർത്താവ് അവർ മറ്റുള്ളവരുടെ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ ഇതൊക്കെ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പാർട്ടാണ്. അതിനെല്ലാം മറ്റൊരു സൈഡിലൂടെ നമ്മൾ കാണുന്നതാണ് വളരെ മോശം. ഞാൻ ഒരുപാട് എക്സാമ്പിൾസ് പറഞ്ഞു. ഞാൻ ഒരാൾ പേഷ്യൻ്റ് വരുമ്പോൾ പൊതുവേ ഞാൻ വിളിക്കുന്നൊരു വാക്ക് ഒന്നുകിൽ മോളു അല്ലെങ്കിൽ മോനു, ഈ വാക്കുകൾ ഞാൻ പ്രയോഗിക്കും. അപ്പോൾ ചില ആൾക്കാരൊക്കെ വിചാരിക്കും ഈ മോളു എന്ന് വിചാരിക്കുന്നത് അവരെന്താ പഞ്ചാര അടിക്കുകയാണെന്നൊക്കെ വിചാരിക്കും.
പക്ഷെ കണ്ട രസം അങ്ങനെ വിചാരിച്ചൊരു സഹോദരി കുറച്ചാണ് ഞാൻ അവിടെ ഒബ്സർവേഷൻ റൂം ചേരുമ്പോൾ മറ്റുള്ളവരോട് ഈ മോള് മോള് എന്ന് വിളിക്കുന്നുണ്ടപ്പം അവർക്ക് മനസ്സിലായി. പിന്നെ നിങ്ങളെല്ലാവരോടും ഇങ്ങനെയാണല്ലേ എന്ന് ചോദിക്കേണ്ടായി. അത് നമ്മളൊരു വ്യക്തികൾ ഉണ്ടാക്കിയെടുക്കുന്നൊരു വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ്. അതിനെ നമ്മൾ മറ്റൊരു രീതിയിലൂടെ കാണുക എന്നുള്ളത് അത് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഒരു ഡ്രോബാക്കാണ്, അല്ലാതെ അവരുടേതല്ല. ഓരോ വ്യക്തിക്കും അവരുടെ നമ്മളുടെ ശരീരങ്ങൾ എങ്ങനെയാണോ വ്യത്യസ്തമായിരിക്കുന്നത് അതുപോലെ നമ്മുടെ പേഴ്സണാലിറ്റി വ്യത്യസ്തമായിരിക്കും. മനസ്സിലായില്ലേ? തീർച്ചയായിട്ടും പിന്നീട് ആ ദമ്പതികൾ ഏതായാലും ചിരിച്ചു പോയത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. ഓക്കെ, ബി ഹെൽത്തി, ബൈ.